സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ഈ 100 കൊല്ലത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ആ വിശുദ്ധിയും അതിൻ്റെ ആ ഉയർന്ന തത്വങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിയവരാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾ. അതുകൊണ്ടാണ് ഈ സംഘടനയെ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദു സമുദായവും ഇവിടുത്തെ ക്രിസ്തീയ സമുദായവും ഇവിടെ KSUവിൻ്റെ വളരെ ഒരു യുവത്വം പ്രസരിക്കപ്പെടുന്ന ഒരു യുവാവ്, അദ്ദേഹം ഇതിൻ്റെ മുമ്പും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് വളരെ അതിനെ മനസ്സിലാക്കി പഠിച്ച് വലിയ സംഭവങ്ങളൊക്കെ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അങ്ങനെയുള്ള ഓരോ വിഭാഗക്കാരെ തെറ്റിച്ചുകൊണ്ട് മതങ്ങളിടയിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ടിട്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരിൽ അവരെ രോഷാകുലരാക്കിക്കൊണ്ടിട്ട് വൈകാരികമായി പല പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ വിശുദ്ധമായ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഭരണകാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തലിച്ച് എല്ലാ നിലക്കുള്ള ശക്തിയും ആർജിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കൊണ്ട് 2-3 രൂപത്തിലുള്ള ഉടമ്പടികളുണ്ട്, ഒരു ഭരണകൂടമായിട്ടുള്ള സന്ധികൾ. അതിപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കരുത്. ആ നിലക്കുള്ള ഉടമ്പടികളുമായി കൊണ്ട് സന്ധി ചെയ്യപ്പെട്ടതായ ആളുകളുടെ കാര്യത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ വിഭാഗത്തിൽപ്പെട്ടവരെ ആരെങ്കിലും ഒരാൾ വേദനിപ്പിച്ചാൽ ഫലൈസ മിന്നാന്ന, അപ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കർശനമായി കൊണ്ട് പറയാറുണ്ടായിരുന്നു. കാരണം ആ നിലക്ക് അവിടെ ജൂതരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, അങ്ങനെ പല നിലക്കുള്ള വിഭാഗക്കാരുണ്ടായിരുന്നു. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. കാരണം സമസ്തയുടെ 100ാം വാർഷികവും സമസ്തയുടെ ശതാബ്ദി സന്ദേശ യാത്രയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഉടനീളം ഈ യാത്ര കൊണ്ട് എന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് നൽകാനുള്ളത് എന്ന് ചോദിച്ചാൽ ആ മെസ്സേജ് സയ്യിദുൽ ഉലമയുടെ വാക്കുകളാണ്, അല്ലേ? ആ ബാക്കി എല്ലാവരും സയ്യിദുൽ ഉലമയുടെ യാത്രക്ക് അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കാൻ എത്തുന്നവരാണ്. എന്നാൽ സയ്യിദുൽ ഉലമയാണ് ഈ സമൂഹത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സന്ദേശങ്ങളും മെസ്സേജുകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാന് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, തങ്ങള് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം, കോട്ടയത്ത് നടത്തിയ പ്രസംഗം, പത്തനംതിട്ടയിൽ നടത്തിയ പ്രസംഗം, തങ്ങള് നൽകുന്ന മെസ്സേജുകള്, തങ്ങളെടുക്കുന്ന നിലപാടുകള്, ഇതൊക്കെ തങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇപ്പൊ കണ്ണൂരിലെത്തി നിൽക്കുമ്പോ തങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അത് ഈ കാലം ആഗ്രഹിക്കുന്ന വാക്കുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ടത് ഇന്നലെ കോഴിക്കോട്ട് വെച്ച് മുതലക്കുളം മൈതാനിയിൽ വെച്ച് മഹാനായ സയ്യിദുൽ ഉലമ നടത്തിയ അതിഗാംഭീര്യമുള്ള ചില സംസാരങ്ങളാണ്. അത് ഇന്നിന്റെ സാഹചര്യം, നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ
പ്രത്യേകിച്ച് വളരെ വളരെ വിലപ്പെട്ട പ്രധാനപ്പെട്ട സന്ദേശമാണ്, അല്ലേ? ഈ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഒരു സാമുദായിക ഐക്യങ്ങളും ഒരു സാമുദായിക അന്തരീക്ഷവും ഉണ്ട്. ഈ അന്തരീക്ഷത്തെ തകർക്കാൻ വല്ലാതെ പണിയെടുക്കുന്ന കുറച്ചാളുകൾ നമുക്കിടയിൽ അവിടെയും ഇവിടെയും ഒക്കെ ആയി ജീവിക്കുന്നുമുണ്ട്. ആ ആളുകളെ തിരിച്ചറിയാനും അതോടൊപ്പം നമ്മൾ ഈ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ സാഹോദര്യ അന്തരീക്ഷം, ഈ മതേതര അന്തരീക്ഷം, ഇതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. സമസ്തയുടെ മക്കളോട് സയ്യിദുൽ ഉലമ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ പൊതുസമൂഹം വല്ലാതെ ചർച്ച ചെയ്യുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലേ? നമ്മളിപ്പോ കുറച്ച് നേരത്തെ നമ്മുടെ ഫിലിപ്പ് ജോണിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സയ്യിദുൽ ഉലമ തന്റെ വാക്കുകളിൽ ഫിലിപ്പ് ജോണിനെ പ്രതിപാദിക്കുകയാണ്. കാരണം സമസ്ത മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രവാദത്തിന്റെയോ ഒരു തീവ്ര നിലപാടിന്റെയോ അല്ലെങ്കിൽ കാർക്കശ്യപൂർണമായ ചില നടപടികളുടെയോ ഒന്നുമല്ല. സമസ്ത മുന്നോട്ട് വെക്കുന്നത് ദീനാണ്. ആ ദീന് പറയുന്നത് സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ, ചേർത്ത് പിടിക്കലിന്റെ, പങ്കുവെക്കലിന്റെ ഒക്കെ സന്ദേശങ്ങളാണ് ദീന് മുന്നോട്ട് വെക്കുന്നതും. അപ്പോ സമസ്ത ദീന് പറയുമ്പോ സമസ്തക്കെവിടെയും തീവ്ര നിലപാടുകളില്ല, സമസ്തക്കെവിടെയും ഈ പറയുന്ന മതരാഷ്ട്രവാദങ്ങളില്ല, സമസ്തക്കെവിടെയും മതേതരത്വ മുന്നണി അല്ലെങ്കിൽ മതേതരത്വപരമായ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിന് അപ്പുറത്തേക്കുള്ള ഒരു നിലപാട് സമസ്തക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളും സമസ്തയുടെ മക്കളാകുമ്പോ, സമസ്തയുടെ പടയാളികളാകുമ്പോ നമുക്ക് നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻഗാമികള്, മഹത്തുക്കളായ പണ്ഡിതന്മാര്, സാദാത്യങ്ങള്, അവരെയൊക്കെ കുറിച്ച് വളരെ ആത്മാഭിമാനത്തോടെ ഉച്ചത്തിൽ അല്ലെങ്കിൽ അതിലേറെ ഉറക്കെ വിളിച്ചു പറയാൻ കഴിയുന്നത്, അല്ലേ? നമ്മൾ ഒരിക്കലും വരക്കൽ മുല്ലക്കോയത്തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞതിന്, അല്ലെങ്കിൽ ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് നമ്മൾ പറഞ്ഞതിന്, അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതിന്, ചെറുശ്ശേരി ഉസ്താദിനെയോ കാളമ്പാടി ഉസ്താദിനെയോ കുറിച്ച് നമ്മൾ പറഞ്ഞതിന്, അതല്ലെങ്കിൽ പാണക്കാട്ട് സാദാത്യങ്ങള്, PMS പൂക്കോയത്തങ്ങള്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഇവരൊക്കെ എന്റെ നേതാക്കളാണെന്ന് പറഞ്ഞതിന്, ഇവരാണ് എന്റെ പൂർവികരെന്ന് പറഞ്ഞതിന്, ഇവരാണ് എനിക്ക് വഴികാട്ടി തന്നത് എന്ന് പറഞ്ഞതിന് നമ്മൾക്കാർക്കും എവിടെ നിന്നും ഒരു വിമർശനങ്ങളും നേരിടേണ്ടി വന്നില്ല. നമുക്കാർക്കും എവിടെ നിന്നും നമുക്കെതിരെ ഒരു ചോദ്യങ്ങൾ അപ്പോ നമ്മുടെ പൂർവികരായ, നമ്മുടെ സച്ചരിതരായ പണ്ഡിതന്മാര്, സാദാത്യങ്ങള്, മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കള്, അവര് ദീന് പറഞ്ഞതുകൊണ്ട്, അവര് ദീന് നമുക്ക് പറഞ്ഞു തന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവർ നമുക്ക് മാർഗങ്ങളും വഴികളും വെട്ടിത്തന്നത് കൊണ്ട്, അവരുടെ വഴിയിൽ സഞ്ചരിച്ചത് കൊണ്ട് നമ്മൾ ആരും തീവ്രവാദികളോ രാജ്യദ്രോഹികളോ ദേശദ്രോഹികളോ തീവ്ര നിലപാടുള്ളവരോ ആരുമായിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സമസ്തയും സമസ്തയുടെ സമുന്നതരായ നേതാക്കളും ഈ മഹാപണ്ഡിതന്മാരും ആലിമീങ്ങളും ആരിഫീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കളും ഒക്കെ, ഈ പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അത് ദീനാണ്. ആ ദീനിൽ എവിടെയും തീവ്രതയുടെയോ അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന്റെയോ രാജ്യസ്നേഹമില്ലായ്മയുടെയോ ഒരു പാഠങ്ങളും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സയ്യിദുൽ ഉലമ ഈ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ പലയിടങ്ങളിൽ സയ്യിദുൽ ഉലമ ആവർത്തിച്ച് ഈ സാഹോദര്യ ബന്ധങ്ങളെ കുറിച്ച്, മാനുഷിക പരിഗണനയെ കുറിച്ച്, ഈ ചേർത്ത് പിടിക്കലുകളെ കുറിച്ച് ഒക്കെ വാചാലനാവുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഒരു സയ്യിദുൽ ഉലമയുടെ ഈ നന്ദി പ്രസംഗം അല്ലെങ്കിൽ ഒരു മറുപടി പ്രസംഗം എന്ന രീതിയിൽ ഇത് ഈ യാത്രയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് സയ്യിദുൽ ഉലമ പറയുന്ന വാക്കുകളാണ്. അത് ഓരോയിടത്തും ആ സ്വീകരണ വേദികള്, അവിടുത്തെ സാഹചര്യങ്ങള് ഒക്കെ മാറി മറിഞ്ഞ് വിഷയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പോ പക്ഷേ അങ്ങനെ വിഷയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും കോമൺ ആയിട്ട് ഇപ്പൊ സയ്യിദുൽ ഉലമയുടെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്
ഇത്രയും ഇടങ്ങളിലെ സയ്യിദുൽ ഉലമയുടെ വാക്കുകൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വാക്കുകളിൽ സയ്യിദുൽ ഉലമ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാഹോദര്യ ബന്ധങ്ങളെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? നമ്മൾ പ്രാസ്ഥാനികമായി വലിയ വിജയമായി രാജകീയ സ്വീകരണങ്ങൾ ഒരുക്കി നമ്മുടെ യാത്ര വലിയ സമ്പൂർണ്ണ വിജയമായി മുന്നോട്ട് ജൈത്രയാത്ര നടത്തുമ്പോഴും അതിനിടയിൽ സമസ്തയുടെ മക്കള് മറന്നു പോകാതിരിക്കേണ്ട ചില കാര്യങ്ങളാണ് സയ്യിദുൽ ഉലമ പറയുന്നത്. ഇന്നിന്റെ സാമുദായിക അന്തരീക്ഷങ്ങള് വളരെ മലീമസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ പലരും കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമങ്ങൾ പലരും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അവിടെയൊക്കെ തിരിച്ചറിവുകളും ചില എന്താ പറയേണ്ടത്, നമുക്ക് യുക്തിപൂർണമായ ചില ബോധങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ദീന് എന്താണ് പറയുന്നത് ഈ കാര്യങ്ങളിൽ? എന്താണ് ദീനിന്റെ നിലപാട്? എന്താണ് ഇസ്ലാം പറയുന്നത്? എങ്ങനെയാവണം ഒരു മുസ്ലിം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഹദീസുകളും ഖുർആനുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ റസൂലിന്റെ ജീവിതവും മുന്നിൽ നിർത്തിക്കൊണ്ട് തങ്ങൾ ഉസ്താദ് വരച്ച് കാട്ടുന്നുണ്ട്. അപ്പോ നമുക്ക് ഇതിൽ വലിയ അഭിമാനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചിട്ട് തങ്ങള് എന്തുകൊണ്ട് ദേശീയ സമ്മേളനം ഡൽഹിയിൽ വെച്ച് നടത്താനിരുന്ന ദേശീയ സമ്മേളനം ഒഴിവാക്കി എന്നതിനുള്ള ഒരു മറുപടി തങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോ ഈ രാജ്യം, നമ്മൾ ജീവിക്കുന്ന രാജ്യം, നമ്മൾ പിറന്നു വീണ മണ്ണ്, നമ്മുടെ മുൻഗാമികൾ പോരാട്ടങ്ങൾ നയിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം, അത് ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നില്ലേ? അല്ലേ? നമുക്കെടുത്ത് പറയാൻ മമ്പുറം തങ്ങളുണ്ട്, ആലി മുസ്ലിയാരുണ്ട്, ഉമർ ഖാളിയുണ്ട്, അങ്ങനെ എത്ര 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 മഹാൻ രഥന്മാര് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വീരോടെ ഒരുത്തന്റെ മുമ്പിലും മാപ്പ് പറയാൻ തയ്യാറാവാതെ, ഒരുത്തന്റെ കാലും നക്കാൻ തയ്യാറാവാതെ, 6 മണ്ണാണ് നിന്റെയൊക്കെ കാല് നക്കുന്നതിലും ഭേദം, 6 മണ്ണാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അടങ്ങുന്ന എത്ര ആളുകൾ, അല്ലേ? അപ്പോ ഇവരൊക്കെ പോരാടിയത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി. ആ രാജ്യത്ത് നമ്മൾ താമസിച്ച് ജീവിക്കുമ്പോൾ നമുക്കിടയിൽ ഉണ്ടാവേണ്ട സാഹോദര്യ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സാമുദായിക അന്തരീക്ഷം അത് വളരെ സൗഹാർദ്ദപരമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ സമസ്തയും ദീനും എവിടെയും തീവ്രമായ നിലപാടുകളോ രാജ്യദ്രോഹമായ പരമായ സമീപനങ്ങളോ ഒന്നും എവിടെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്റെ നേതാവ്, നിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചു നമ്മുടെ സച്ചരിതരായ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാപാണ്ഡിത്യത്തിനുടമകളായ നമ്മുടെ നേതാക്കന്മാരുണ്ട്. അവരുടെ പേരുകൾ ഉറക്കം പറയാൻ നമുക്ക് ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട അല്ലെങ്കിൽ മടിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ നമുക്ക് ആർക്കുമില്ല. എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ദീന്, ആ ദീനിനെ അങ്ങനെ അതേപടി ജീവിതത്തിൽ പകർത്തിയവരായതുകൊണ്ട്, ഈ ദീനിന് എന്താണ് എന്നുള്ളതിന്റെ മാതൃക അവരവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതുകൊണ്ട് നമുക്ക് അവരുടെ പേരുകൾ പറയാൻ നമുക്ക് തല കുനിക്കേണ്ട. ശൈഖുന ശംസുൽ ഉലമ, ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്, വരക്കൽ മുല്ലത്ത് കോയത്തങ്ങള്, അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള്, പാണക്കാട്ട PMS പൂക്കോയ തങ്ങള്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങള്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, ഇവരൊക്കെ വരച്ചു വെച്ച ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞത് തന്നെ വലിയ ഒരു തൗഫീഖ്. അതുകൊണ്ട് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ ഈ യാത്രയുടെ സന്ദേശം അത് തങ്ങളുടെ വാക്കുകളാണ്. ആ വാക്കുകൾ ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണം.